രാഷ്ട്രീയം പറഞ്ഞ് ഞാനും കേട്ട് കേട്ട് നിങ്ങളും മടുത്ത് കാണും എന്നെനിക്കറിയാം. അതുകൊണ്ട് നമുക്കിന്ന് ഫുട്ബോളിനെക്കുറിച്ച്, അർജൻറ്റീനയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അർജൻറ്റീനയും മെസ്സിയുമാണ്. കാരണം ലോക ഫുട്ബോൾ ഭൂപടത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള രണ്ട് രാജ്യങ്ങളാണ് ബ്രസീലും അർജൻറ്റീനയും. മറ്റു വിധത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ബ്രസീലിൽ ആരാണ് പ്രധാനമന്ത്രി, ആരാണ് പ്രസിഡന്റ്, അവിടെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ, അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല, നമുക്കതിൽ താല്പര്യമില്ല. പൊതുവേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയം ഇന്ത്യയുമായിട്ട് വളരെ ബന്ധമുള്ളതല്ല. ജവഹർലാൽ നെഹ്റു പോലും ഈ വക രാജ്യങ്ങളിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചിലരൊക്കെ അല്പാൽപമായിട്ട് പോകുന്നുണ്ട്. അർജൻറ്റീനയുടെ സ്ഥിതി അതിലും കഷ്ടമാണ്. ബ്രസീലിൽ പിന്നെ മഴക്കാടുകളുണ്ട്, ആമസോൺ നദിയുണ്ട് എന്നൊക്കെ നമ്മൾ സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അർജൻറ്റീനയിൽ എന്തോ മഴ നിഴൽ പ്രദേശം ഉള്ളതായിട്ട് പണ്ട് പഠിച്ചായിട്ട് ഓർമ്മയുണ്ട്. പാറ്റഗോഡിയ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തിൻ്റെ പേര്. അതൊക്കെ 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠ പുസ്തകത്തിൽ പഠിച്ചത്. പക്ഷേ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ സംഗതിയുമായിട്ട് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾക്ക് വലിയ ബന്ധമുണ്ട്. ഒരു കാലത്ത് ലോക ഫുട്ബോൾ രാജാക്കന്മാരായിരുന്നു ബ്രസീൽ. സമീപകാലം വരെ അങ്ങനെയാണ്. പെലെയെ പോലെ, റൊമാരിയോയെ പോലെ, റൊണാൾഡോയെ പോലെ, റൊണാൾഡീഞ്ഞോയെ പോലെയൊക്കെയുള്ള ഗടാഗടിയന്മാരായിട്ടുള്ള കളിക്കാർ ബ്രസീലിൽ നിന്നാണ് വന്നത്. ബ്രസീൽ ടീമിനെ കാനറി പക്ഷികൾ എന്നൊക്കെയാണ് വിളിച്ചത്. അവരുടെ മഞ്ഞ ജേഴ്സി തന്നെ ലോക പ്രസിദ്ധമാണ്. ഇപ്പോൾ പോലും നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഈ ബ്രസീലിൻ്റെ പതാകകളും ബ്രസീലിൻ്റെ ജേഴ്സി ധരിച്ച കുട്ടികളൊക്കെ റോഡിൽ ധാരാളമായിട്ട് കാണാം. അർജൻറ്റീന കുറച്ചുകൂടി വൈകിട്ടാണ് ഈ ഭൂപടത്തിൽ വന്നത്. ഞാൻ തന്നെ അർജൻറ്റീന ശ്രദ്ധിക്കുന്നത് 78ലാണ്. എൻ്റെ ഓർമ്മയിലെ ഏറ്റവും ആദ്യത്തെ വേൾഡ് കപ്പ് 1974 ജർമ്മനിയിൽ നടന്നതാണ്. അന്ന് ആതിഥേയരായ ജർമ്മനി ആണ് ജയിച്ചത്. ജർമ്മൻ ക്യാപ്റ്റൻ ഫ്രാൻസ് ബെക്കൻബോറായിരുന്നു. ജർമ്മനിക്ക് വേണ്ടി വിജയ ഗോളടിച്ചത് മുള്ളറായിരുന്നു എന്നാണ് ഓർമ്മ. ബോംബർ മുള്ളർ എന്നറിയപ്പെടുന്നത് ഗർഡ് മുള്ളർ. അന്ന് യോഹാൻ ക്രൈഫിൻ്റെ ഹോളണ്ടായിരുന്നു എതിർ ടീം. ഫൈനൽ ബ്രസീൽ സെമിയിൽ തന്നെ തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് 78ലാണ് അർജൻറ്റീനയുടെ വലിയൊരു ഉയർച്ച നമ്മൾ കാണുന്നത്. 1978 തൊട്ട് അർജൻറ്റീനയെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നു മുതലേ തുടങ്ങിയതല്ല. 1978 ഞാനന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി UC കോളേജിൽ ചേരാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്ന കാലമാണ്. അതാണ് മാരിയോ കെമ്പസ് എന്ന് പറഞ്ഞ അതിഗംഭീരനായ ഒരു കളിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ ബലത്തിൽ അർജൻറ്റീന കപ്പ് കൊണ്ടുപോകുന്നു. അന്നും ഫൈനലിൽ തോറ്റത് ഹോളണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് അർജൻറ്റീന നമ്മുടെ നാട്ടിലൊരു തരംഗമായിട്ട് മാറി. അപ്പോഴും ബ്രസീലിനായിരുന്നു കൂടുതൽ ആരാധകർ. പോകെ പോകെ അർജൻറ്റീനയ്ക്ക് ആരാധകർ വർദ്ധിച്ചു. പിന്നെയാണ് മറഡോണയുടെ വരവ്. മറഡോണയുടെ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു. അത് കൈകൊണ്ടടിച്ച ഗോൾ, കാൽ കൊണ്ടടിച്ച ഗോൾ, കാലിൽ ചരട് കൊണ്ട് കെട്ടിയിട്ട പോലെ പന്തിൻ്റെ മുന്നേറ്റം, ഇതൊക്കെ സത്യത്തിൽ നമുക്ക് അന്ന് പത്രത്തിൽ വായിച്ച് രോമാഞ്ചം അടിയാനേ പറ്റുമായിരുന്നു. പിന്നീടാണ് നമ്മുടെ നാട്ടിൽ ടെലിവിഷൻ വ്യാപകമായത്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ പിന്നീട് അവരുടെ ആർക്കൈവിൽ നിന്ന് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ കാണാൻ കഴിയും. അതുപോലെ പൗലോ റോസിയുടെ നേതൃത്വത്തിൽ ഈ ഇറ്റലി വലിയ മുന്നേറ്റം നടത്തും. ഇറ്റലി പലതവണ വീണ്ടും വീണ്ടും കപ്പടിക്കും. അങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇടയ്ക്കൊരു തവണ സ്പെയിൻ ജയിച്ചു, വീണ്ടും ഇടയ്ക്ക് ബ്രസീൽ ജയിക്കുന്നു. പിന്നെയാണ് ഫ്രാൻസ് ഒരു ശക്തിയായിട്ട് വരുന്നത്. ഫ്രഞ്ച് ടീം പണ്ടുമുണ്ട്. ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പറായിരുന്ന ജോയൽ ബാറ്റ്സ്, അതുപോലെ ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ മിഷേൽ പ്ലാറ്റിനി, ഇവരെയൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ജർമ്മനിയും ഫ്രാൻസും ഒരേ സമയത്ത് വളരെ ശക്തികളായിട്ട് വരുന്നു. പിന്നീട് ഈ ഫ്രാൻസിൽ നിന്ന് വെളുത്ത വർഗ്ഗക്കാരുടെ എണ്ണം കുറയുന്നു, യൂറോപ്യന്മാർ കുറയുന്നു, ആഫ്രിക്കൻ വംശജരായ കളിക്കാരുടെ എണ്ണം വർദ്ധിക്കും. സിനഡിൻ സിഡാൻ്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു, അവർ കപ്പടിക്കും. അങ്ങനെ ഫ്രാൻസും ഒരു വലിയ ലോക മഹാശക്തിയായിട്ട് മാറും. കഴിഞ്ഞ തവണത്തെ ഫൈനലിലും ഫ്രാൻസും അർജൻറ്റീനയും തമ്മിലാണ്. ഞാൻ അർജൻറ്റീനയുടെ വലിയൊരു പിന്തുണക്കാരനായിരുന്നു. ആദ്യത്തെ 3 ഗോൾ അടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു അർജൻറ്റീന ജയിക്കും, വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം എന്ന് കരുതുമ്പോഴാണ് ഫ്രാൻസ് 3 ഗോൾ തിരിച്ചടിച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും. 3ാമത്തെ ഗോൾ തിരിച്ചടിച്ചപ്പോൾ എനിക്ക് തോന്നി ഫ്രാൻസ് ജയിച്ചാലും തരക്കേടില്ല. കാരണം അത്ര ഗംഭീരമായ കളിയാണ് ഫ്രാൻസ് കെട്ടഴിച്ചു വിട്ടത്. ഇത്തവണയും ഏതാണ്ട് അതേ ദിശയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അർജൻറ്റീനയും ഫ്രാൻസും തന്നെയാണ് ഹോട്ട് ഫേവറേറ്റ്സ് എന്ന് പറയാം. ഫ്രാൻസ് സെമിയിൽ എത്തിക്കഴിഞ്ഞു. ഒരു സമയത്ത് കിലിയൻ എംബാപ്പെ, മറുഭാഗത്ത് ലയണൽ മെസ്സിയും ഗോൾ വേട്ട തുടരുകയാണ്. എംബാപ്പയ്ക്ക് ചെറുപ്പമാണ്, ഇനിയും ഒരുപാട് ലോകകപ്പുകൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അദ്ദേഹം ഇനിയും ഗോളുകൾ അടിച്ചടിച്ച് കൂട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും മെസ്സി ഇത്തവണത്തോടെ അവസാനിപ്പിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിന് 39 വയസ്സോ മറ്റോ.
പക്ഷേ പ്രായം അത് ആ കളിക്കാരനെ ബാധിച്ചിട്ടേ ഇല്ല. അതാണ് മെസ്സിയുടെ മഹത്വം. അപ്പോൾ ഇങ്ങനെ മെസ്സിയും അർജൻറ്റീനയും മുന്നേറുന്നു. മറുഭാഗത്ത് ഫ്രാൻസും എംബാപ്പയും മുന്നേറുന്നു. ആ രണ്ട് ടീമുകളും എനിക്ക് ഒരുപോലെ പ്രിയങ്കരമായവയാണ്. ഈ രണ്ട് ടീമുകളും തമ്മിൽ ഫൈനൽ കളിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. മെസ്സി ജയിച്ച് കാണണം, അർജൻറ്റീന ജയിക്കണം എന്നാണ് ഒരു അർജൻറ്റീന ആരാധകൻ എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഫ്രാൻസ് ജയിച്ചാലും എനിക്ക് ദുഃഖമില്ല. എംബാപ്പയും എനിക്ക് ഒരുപോലെ പ്രിയങ്കരനായ കളിക്കാരനാണ്. മാത്രമല്ല കഴിഞ്ഞിട്ട് മുമ്പത്തെ കൊല്ലം പാരീസിൽ പോയപ്പോൾ ഇവരുടെ ഹോം ടീം എന്ന് പറയുന്നത് പി എസ് ജിയുടെ ഓഫീസിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഞാൻ പല ഫുട്ബോൾ ടീമുകളുടെ ഓഫീസിൽ പോയിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിൻ്റെ ആണെങ്കിലും മുഹമ്മദ് സ്പോർട്ടിങ്ങിൻ്റെ ആണെങ്കിലും പി എസ് ജിയുടെ ആണെങ്കിലും ലിവർപൂൾ ക്ലബിൻ്റെ ആണെങ്കിലും ഒക്കെ. അപ്പോൾ പി എസ് ജിയിൽ പോയതും ഒരു വലിയ അനുഭവമാണ്. ആ സമയത്തേക്ക് തന്നെ എംബാപ്പെ പി എസ് ജി വിട്ട് റയൽ മാഡ്രിഡിലേക്ക് പോയിരുന്നു. പക്ഷേ ടീം അവിടെ ഇപ്പോഴും ഉണ്ട്, വളരെ ശക്തമായിട്ട് തന്നെ അവർ മുന്നോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ മാമാങ്കത്തിലേക്ക് പോവുകയാണ്. അർജൻറ്റീന ജയിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെസ്സി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മാമാങ്കമാണ്. ഇത്തവണ കപ്പ് ഉയർത്തി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതി ഫ്രാൻസ് തോറ്റാൽ എനിക്ക് സങ്കടമില്ല. എംബാപ്പയും തുല്യനിലയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി മികച്ച കളിക്കാരനാണ്. അദ്ദേഹം കപ്പ് ഉയർത്തിയാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് പറഞ്ഞ് കൂത്തുതിരിപ്പുണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ മീഡിയ വൺ ചാനലും അവരുടെ താത്വിക ആചാരനായിട്ടുള്ള ദാവൂദുമാണ്. അതുപോലുള്ള വിഷജീവികളെ പറ്റി പറഞ്ഞ് ഈ നല്ല സമയം ചീത്തയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും കളി ഗംഭീരമായിട്ട് നടക്കട്ടെ. ദാവൂദ് ഏത് ദുനിയാവിലെങ്കിലും പോയി കൊടുക്കട്ടെ.